ഹലോ ഗൈസ്, എല്ലാവരും തിരുവോണമെല്ലാം അടിച്ച് പൊളിച്ച് സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഞങ്ങൾക്ക് സുഖമില്ലാതെ കിടന്നു കേട്ടോ. ഞാൻ അന്ന് സദ്യയിലേക്ക് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾക്ക് 3 പേർക്ക് വയ്യാതായി. അപ്പം ഞങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പോയത് ആശുപത്രിയിലാണ് പോയത്. പിന്നെ ഞങ്ങൾ വേറെ ഒരിടത്തും പോയില്ല. അപ്പം അതിൻ്റെ ഇതെല്ലാം ഞങ്ങൾ ഇന്ന് തീർക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞങ്ങൾ നേരെ ലുലു മാളിലോട്ട് പോയി കേട്ടോ. രാവിലെ ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഞങ്ങൾ 3 പേരും. ഓണത്തിന് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റിയില്ലല്ലോ. ഞങ്ങൾ ജഡായുവിൽ പോകാമെന്നാണ് വിചാരിച്ചത്. കൊല്ലം ചവറ ഉണ്ടല്ലോ, അവിടെ ഒരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മ്യൂസിയത്തിൻ്റെ ഇതെല്ലാം പണി നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം എങ്ങനെ എന്തെങ്കിലും ഒരു ഇതുവരെ പോകാമെന്ന് വിചാരിച്ച്. ഞാൻ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ആദ്യം കയറിയത്. സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ കയറി നോക്കിയായിരുന്നു. പിന്നെ ഈ നീമിൻ്റെ ഒരു വൈപ്സ് വാങ്ങിച്ച്, ഒരു മോയ്സ്ചറൈസർ ക്രീം വാങ്ങിച്ച്. അത് കഴിഞ്ഞ് ഈ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ, അങ്ങോട്ട് പോയി. ഞാൻ ഈ ഒരു ഗ്രേപ്സ് വാങ്ങിച്ച്. പിന്നെ ആ ഓറഞ്ച് ഭയങ്കര ചെറുതാണ് കേട്ടോ, ഓസ്ട്രേലിയ ഓറഞ്ചാണ്. പിന്നെ ആയുഷിന് ഒരു ഡോണറ്റ് വാങ്ങിച്ച്. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം മിക്സ് ആയിട്ടുള്ള വാങ്ങിച്ച്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഇതെല്ലാം ഫുഡിൻ്റെതാണ് കൂടുതൽ വാങ്ങിച്ചത്. വേറെ അധികം സാധനമൊന്നും വാങ്ങിച്ചില്ല. എല്ലാം കുറച്ച് കുറച്ചാണ് വാങ്ങിച്ചത്. അങ്ങനെ ബില്ല് ചെയ്ത് ഞങ്ങൾ മുകളിൽ കൊണ്ടുവച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇത് പ്ലേറ്റും വാങ്ങിച്ചായിരുന്നു. പ്ലേറ്റ് 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 3 പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സ്പൂണും എല്ലാം. അങ്ങനെ ആയുഷ് ഡോണറ്റാണ് കഴിച്ചത്. ഞാൻ ഈ ഫ്രൂട്ട്സ്, ഈ ചിക്കനൊക്കെ ആയുഷിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ആയുഷ് കഴിച്ചില്ല. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് കഴിച്ചത്. അപ്പവും മുട്ടക്കറിയും ബീഫിൻ്റെതും എല്ലാം വാങ്ങിച്ചായിരുന്നു കേട്ടോ. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ. അവിടെ ഇങ്ങനെ 100, 50, 150 ഗ്രാം അങ്ങനെയായിട്ട് കിട്ടും കേട്ടോ. ഈ വൈറ്റ് ഡ്രാഗൺ പുളിയായിരുന്നു. ഞാൻ അങ്ങനെ ഡ്രാഗൺ കഴിക്കണമല്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതി വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഇനി എവിടെയെങ്കിലും ഡ്രാഗൺ കാണണമെങ്കിൽ വാങ്ങിക്കണം. അങ്ങനെ അതെല്ലാം കഴിച്ച് നേരെ ഫൺഗൂർ അവിടെ ഉണ്ടല്ലോ പിള്ളേർ കളിക്കണം, അങ്ങോട്ടാണ് കേട്ടോ പോയത്. ആയുഷ് ഇതുവരെ അതിനകത്തൊന്നും കയറിയിരുന്ന് അങ്ങനെ കളിച്ചിട്ടില്ല. ഓണാക്കി കളിച്ചിട്ടില്ല. അത് ഓഫായിരിക്കുമ്പോൾ എല്ലാത്തിലും കയറിയിട്ടൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓണാക്കി കളിച്ചിട്ടില്ല. അങ്ങനെ ആയുഷിൻ്റെ ഒരു ആഗ്രഹം ഇന്ന് സഫലമായിട്ടുണ്ട്. ഈ സംഭവത്തിന് 708 രൂപയാണ് കേട്ടോ ഈ ഒരു കാർഡ് എടുക്കണേന്. ഇതിങ്ങനെ വൈഫൈ സംഭവം എന്തോ ആണ്. ഇങ്ങനെ ആ കളിക്കണ ഗെയിമിൻ്റെ ഇതിൽ ടച്ച് ചെയ്താൽ മതി, അപ്പോൾ അത് ഓണാവും. 708 രൂപയുടെ ഇതാണ് നമ്മൾ എടുക്കണതെങ്കിൽ അതിൽ 600 രൂപയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ സാധനം 90, 70, 80, 100, 300 ആ റേറ്റൊക്കെയാണ്. നമ്മൾ ആയുഷിനെ കൊണ്ട് കിഡ്സിൻ്റെ ഇതിലാണ് കേട്ടോ പോയത്. താഴെ വലിയവർക്കും പിള്ളേർക്കും എല്ലാം കൂടി ഉള്ളതാണ്. ആയുഷിനെ കാട്ടി കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക്. അവിടെയാണെങ്കിൽ ഒരു 300, 600 ആകുമ്പോൾ ഒരു സംഭവം 2 ഇതിൽ കയറുമ്പോൾ തീരും. ഇതിൽ തന്നെ ഒരു ആയുഷ് 5-6 കയറിയായിരുന്നു. ആ ബൊമ്മയൊക്കെ ഇങ്ങനെ എടുക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ചെയ്തൊക്കെ നോക്കിയായിരുന്നു. ഇതെല്ലാം ചെറിയ പിള്ളേരതാണ് കേട്ടോ, ഒരു 5, 6, 7 വയസ്സിനകത്തുള്ള. താഴെയാണ് വലിയ കുട്ടികൾക്കുള്ളത്. താഴെ വന്നിട്ട് ആയുഷ് ഒരു ബൈക്കിൽ മാത്രം കയറിയായിരുന്നു, വേറെ ഒന്നും അങ്ങനെ ചെയ്തില്ല. ഇത് താഴെ വന്നിട്ടാണ് കേട്ടോ ആയുഷ് ചെയ്തത്. വേറെയൊക്കെ ചെയ്യണമെങ്കിലേ പെട്ടെന്ന് ഇത് തീർന്നു, ഇതിൻ്റെ ബാലൻസ് കാണൂല. ഇതൊരിതാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അനങ്ങി അവനും ഇഷ്ടപ്പെട്ടത്. ബാക്കിയെല്ലാം ചെറിയൊരു കുലുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ലൈറ്റ് ഓണാവും, ഒരു കുലുക്കവും മാത്രം. ഇത് സംഭവം 240 മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം 1 മിനിറ്റിനകത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, 60 സെക്കൻഡ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷേ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അപ്പുറത്തുണ്ടല്ലോ, ലുലു മാളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മറ്റേ അണ്ടർ വാട്ടർ ഇതുണ്ടല്ലോ, അക്വ ടണലെന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയായിരുന്നേ. കഴിഞ്ഞ മാസം കണ്ട സ്റ്റാർട്ട് ചെയ്തതാണ്. ഒക്ടോബർ 2 വരെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ലുലു മാളിൽ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം ഓൾറെഡി കഴിച്ചല്ലോ, അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയത്. അവിടെ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ. 120 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ 2 എടുത്തോളൂ, ആയുഷിൻ്റെ ഏജിന് എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ 2 എടുത്ത് അതിനകത്ത് എല്ലാം കയറിയൊക്കെ കണ്ടു കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല, കൊള്ളാം, അത്രേ ഉള്ളൂ. ഇതാണ് ആ സംഭവം കണ്ട, മീനിൻ്റെ അകത്തോട്ട് കയറിപ്പോണം. ഇത് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കൂപ്പണുണ്ട്, അതും കൂടെ പൂരിപ്പിച്ച് ഞങ്ങൾ ഈ ഒരു വലിയ ബോക്സിനകത്ത് ഇട്ടായിരുന്നു. ഒന്നും കിട്ടില്ല, പ്രതീക്ഷയല്ലേ, എന്തായാലും ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. കുറേ മീൻ വലുതും ചെറുതും ഭയങ്കര ചെറുതും ഒക്കെ ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം ഇതുപോലെ വന്നത്. അതേ സെയിം ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. പ്രത്യേകതയായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ കൊള്ളാം. കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇതെല്ലാം പോയി കണ്ടിട്ടുണ്ട്. പല വെറൈറ്റി മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ അവിടെ എവിടെ എങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ നിന്നിട്ടില്ല. മീനെല്ലാം നോക്കി ഞാൻ വീഡിയോ എടുക്കണോണ്ടേ എനിക്ക് കൂടുതൽ ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ഈ ഫോണിനകത്ത് കൂടെയാണ് കൂടുതൽ ഇങ്ങനെ നോക്കണത്. അങ്ങനെ ഈ മീനിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് കൂടുതൽ ഈ മീനിൻ്റെ ഇത് മാത്രമാണ് കുറച്ച് അധികമായിട്ട് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇട്ടിരിക്കണം. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി സൂപ്പറായിരുന്നു നേരിട്ട് കാണാൻ. പല കളറ് ഇതായിട്ട് മീൻ ഒരേ കണക്കിന് കൂടി നിൽക്കണം. ഇത് ഭയങ്കര ചെറിയ മീനാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ചെറിയ മീനാണ്, പക്ഷെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടു. എനിക്ക് ഇതൊക്കെ ഈ വീഡിയോ എടുക്കണോണ്ടേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഈ വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഉച്ച സമയമായിരുന്നു നമ്മൾ പോയത്. 2 മണിക്കാണ് ഇത് ഓപ്പൺ ആവണത്. അപ്പോൾ ഓപ്പൺ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ മീനിൻ്റെ അത് കഴിഞ്ഞ് ചെറിയ സ്റ്റോളുകളൊക്കെ ആണ്. ഇങ്ങനെ കിച്ചൺ സാധനങ്ങളും അല്ലാത്ത നമുക്ക് ഉപയോഗമുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ള 10 രൂപ 15 രൂപ അങ്ങനെ വിലയൊക്കെ ഉള്ള. ഇത് ബുക്ക് സ്റ്റാള്. ഇത് അലുവ, വെറൈറ്റി അലുവ ഉണ്ടല്ലോ. ഇത് കമ്മലിൻ്റെയൊക്കെ കടയാണ്. എന്നെ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാൻ എൻ്റെ മോൻ സമ്മതിച്ചില്ല. അവൻ ഇത് കണ്ടാ ഭയങ്കര വലിയ രീതിയിൽ പൊട്ടിൻ്റെത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഭയങ്കര കളക്ഷനായിരുന്നു ഈ പൊട്ടിൻ്റെത്. ഈ ആയുഷിന് ഈ ഒരു പെൻസിൽ വാങ്ങിച്ചേട്ടാ, സ്പൈഡർമാൻ്റെ കുട്ടി. പിന്നെ ഇതെല്ലാം മറ്റേ മുട്ടായി കട, പിന്നെ തുണിക്കട, പിന്നെ ആയുഷിൻ്റെ ഇടയ്ക്കൊരു ബൈക്ക് വാങ്ങിച്ചേട്ടാ ചെറുത്. അവൻ്റെ സന്തോഷമല്ലേ നമ്മൾ കൂടുതൽ നോക്കണത്. അപ്പം പിന്നെ ഞങ്ങൾ ചെയ്തത്, ഞാൻ 2 ഫോട്ടോ ചെയ്തായിരുന്നേ. നമുക്കൊരു 15 മിനിറ്റിനകം ഞങ്ങൾ എൻ്റെ ഫോണിൽ കിടന്ന 2 ഫോട്ടോ കൊടുത്ത് ചെയ്ത് വാങ്ങിച്ചത്. നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെതാ ഈ ഒരു കല്യാണ ഫോട്ടോ ഞങ്ങളതിലില്ല. എൻ്റെ കയ്യിൽ ആൽബം ഇല്ല, വീഡിയോ ഇല്ല. ഞങ്ങളെ ക്യാമറക്കാരൻ നമ്മളെ വീഡിയോ ആൽബം എല്ലാം കൊണ്ട് മുങ്ങി. ചേട്ടൻ്റെ നിന്ന് അഡ്വാൻസ് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പ്രതീക്ഷിക്കാതെ ഞാൻ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത്. അത് കഴിഞ്ഞ് അതിനകത്ത് പെറ്റ് ഷോ എന്ന് പറഞ്ഞ് വേറെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. അതിന് സെപ്പറേറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അത് 30 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ അതും 2 എടുത്ത് ഈ ഉറങ്ങിയിരിക്കണ പ്രാവിനെ കാണാൻ. ഇതിനൊക്കെ ജീവമുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പേടിച്ചങ്ങ് മൂലയിൽ ചെന്നിരിക്കണം ഈ പ്രാവൊക്കെ. എല്ലാം പ്രാവിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. മറ്റേ സൺ കോണിഡോർ അങ്ങനെയൊക്കെ പറയുമല്ലോ കുറേ. ഇതൊക്കെ ജീവമുള്ള പോലെ എണിച്ചൊക്കെ ഇരുന്നായിരുന്നു. ബാക്കിയെല്ലാം ക്ഷീണിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിടന്നത്. ഇത് കണ്ട ടി വിയിലൊക്കെ ഞാൻ ഈ പൂച്ചേനെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ട്. ഇതൊക്കെ എന്തൊരു പക്ഷിയെന്നോ കിളിയെന്നോ കുരുവിയെന്നോ കോഴിയെന്നോ പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒന്നും പേരൊന്നും അവിടെ എഴുതി വെച്ചിരിക്കണ ഞാൻ കണ്ടില്ല. ഞാൻ നോക്കുകയും ചെയ്തു, വീഡിയോക്കകത്ത് നോക്കി, പക്ഷെ കണ്ടില്ല. അതാ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, എന്തോന്ന് ശ്രദ്ധിച്ചില്ല. ഇത് ഈ കളറിലാണ് കേട്ടോ. ഈ ഫോണിൽ കാണുന്ന ഇതേ സാധനം തന്നെയാണ് കേട്ടോ. ചിലത് വലിപ്പമുണ്ട്, ചിലത് ഭയങ്കര വലിപ്പക്കുറവാണ്. ഇത് എലി എന്തൊക്കെയാണേ. എലി എന്ന് വെച്ചാൽ ഭയങ്കര ചെറുത് കേട്ടോ. കുട്ടിയെന്ന് വെച്ചാൽ ഭയങ്കര കുട്ടി എലി, ഭയങ്കര വെള്ള കളറ്. ഇത് പൂവൻ കോഴിയാ, എന്തൊരു കോഴിയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പൊങ്ങി നിൽക്കണം, പൊണ്ണൻ കോഴിയല്ലേ. ഇത് തത്ത. ഇത് കൊള്ളായിരുന്നു, ഇത് ഭയങ്കര പൊണ്ണനായിരുന്നു കേട്ടോ. ഇത് കോഴിയുടെ വെറൈറ്റി. പിന്നെ ലാസ്റ്റ് ഫുഡ് കോർട്ടാണ്. നമ്മളവിടെ നിന്ന് ജ്യൂസ് വാങ്ങിച്ച് കുടിച്ച് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.